അങ്ങനെ മൊത്തത്തിലൊരു പാഴ് ഐറ്റം ആണിത്. എടേ ഞാൻ സ്ട്രേഞ്ചർ തിങ്സ് ഇപ്പോൾ മറ്റേ ആനിമേറ്റഡ് സീരീസ് ഉണ്ടല്ലോ, അത് ഞാൻ കണ്ടു കേട്ടോ. ടെയിൽസ് ഫ്രം 85 ഒരാവശ്യമില്ല. കാരണം സീസൺ 2-ൻ്റെയും 3-ൻ്റെയും ഇടയിലുള്ളതാണിത്. ആനിമേറ്റഡ് സീരീസ് ഒന്നാമത്തെ കേസ് ഒരാവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി അത് നല്ല രീതിക്ക് കൊണ്ട് എൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചുമ്മാ അതിൻ്റെ ആവശ്യത്തിനെന്നും പറഞ്ഞുകൊണ്ട് ഇത് കുറേ എക്സ്ട്രാ ക്യാരക്ടേഴ്സിനെ അടക്കാൻ വെച്ചിട്ടുണ്ട്. അനാവശ്യമായിട്ടുള്ള ഇത് ഒരു തരത്തിലും പ്രത്യേകിച്ച് കൊള്ളാമെന്ന് പറയാനായിട്ടൊന്നുമില്ല. 1-2 നല്ല നല്ല സീൻസ് മാത്രമുണ്ട്. അല്ലാത്ത പക്ഷേ എല്ലാം കണക്കി തന്നെ. 10 എപ്പിസോഡുണ്ട്. പിന്നെ സ്പോയിലർ എന്ന് പറയാൻ മാത്രം ഇതിനകത്തൊന്നും ഇല്ല. ഈ പറഞ്ഞതുപോലെ ഡെമോ ഗർഗൺ എന്ന അങ്ങനത്തെ ഒരു സാധനം നേരെ ഉണ്ടെന്നും പറയാൻ പറ്റില്ല. എന്നാൽ വെഗ്ന കണക്കിനുള്ള ഒരു കിടിലൻ ക്യാരക്ടർ ഇല്ല എന്തായാലും. ഇതൊരുമാതിരി സീരിയലായിട്ട് ചുറ്റി വെച്ച കണക്കിന് കുറേ ക്രീച്ചേഴ്സ്. എന്നാൽ ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഒരുമാതിരി മറ്റേ ബെൻറ്റനിൻ്റെ മറ്റേ ക്രീച്ചർ വരും പോലെയൊക്കെയാണ് ഇരുന്നത്. പോരാത്തതിന് അപ്സൈഡ് ഡൗണിൻ്റെ കേസ് ലാസ്റ്റ് ഒരു ടൈലൻ്റ് സ്പോയിലർ ആയിരിക്കും മേ ബി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ചവിട്ടിക്കോ. അപ്പം ഈ പറഞ്ഞതുപോലെ അപ്സൈഡ് ഡൗണിൻ്റെ ഇത് ലാസ്റ്റാണ് കാണിക്കുന്നത് ഒരു ടൈലൻ്റ് കണക്കിന്. ആവശ്യമില്ല. കാരണം ഓൾറെഡി ഇത് നല്ല രീതിക്ക് എൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സീരീസിൻ്റെ ആവശ്യമില്ല. ഇതിന് ഇനി ഒരു ടൈലൻ്റ് വേറെ. പോരാത്തതിന് എക്സ്ട്രാ ക്യാരക്ടേഴ്സ്. ആൻഡ് ഓൾസോ സ്റ്റീവ് ഫാൻസ് അസ്വസ്ഥരാണ്. കാരണം എന്ന് വെച്ചാൽ ആ പടം ഒരൊറ്റ സീനിനാണ് ആ ചെറുക്കനുള്ളത്. ഇത്രയും കിടിഞ്ഞ ഒരു ഓറ വെച്ച മനുഷ്യനെ പിടിച്ച് വെച്ച് ഇവിടെ ഓറ പോയിട്ടൊരു കൂറ പോലും ഇല്ല. അങ്ങനത്തെ രീതിയിലാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ജോണത്തൻ, നാൻസി, അതൊക്കെ ബോട്ടിലേക്ക് ഒരു ക്യാരക്ടേഴ്സേ ഉള്ളെങ്കിൽ പോലും എന്നിട്ട് ഉണ്ടായിരുന്നവർക്ക് ലൈക്ക് സീൻസ് കുറവും. എന്നാൽ ഈ പറഞ്ഞ പോലെ പുതിയ പുതിയ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു പാഴ് ഐറ്റം ആണിത്. അപ്പോൾ അതാണ് ടെയിൽസ് ഫ്രം 85. അപ്പം